വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ള ടോപ്പിക് എന്നുള്ളത് മൊഡ്യൂൾ ഫസ്റ്റിലെ ലിറ്റററി തിയറിയിലെ റിപ്രഷൻ, കൾച്ചർ, ഹെജ്മണി, ഐഡിയോളജി, മോഡേണിറ്റി, പബ്ലിക് സ്ഫിയർ എന്നീ ടോപ്പിക്സാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പറയാം. ആദ്യം തന്നെ പറയാനുള്ളത് റിപ്രഷൻ എന്നാൽ എന്താണെന്നാണ് പറയാൻ പോകുന്നുള്ളത്. ലിറ്റററി തിയറിയിൽ റിപ്രഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു നേരത്തെ പറഞ്ഞ പോലെ റിഗ്രഷൻ പറഞ്ഞ പോലെ തന്നെ ഒരു സൈക്കോളജിക്കൽ ഡിഫൻസ് മെക്കാനിസമാണ്. ഒരു ക്യാരക്ടർ എന്ത് ചെയ്യുന്നുണ്ട്, അൺകോൺഷ്യസ്ലി പുഷസ് അവേ പെയിൻഫുൾ മെമ്മറീസ്, തോട്ട്സ്, ഇമോഷൻസ്. കോൺഷ്യസ് അവെയർനെസ്സിൽ നിന്നും അൺകോൺഷ്യസ്ലി പെയിൻഫുൾ മെമ്മറീസിലേക്കും അതുപോലെ തന്നെ തോട്ട്സിലേക്കും ഇമോഷൻസിലേക്കും പോവുകയാണ്. പലപ്പോഴും അവരുടെ ബിഹേവിയറിൽ ഇത് പ്രകടമാകുന്നുണ്ട്, മാനിഫെസ്റ്റിംഗ് പറഞ്ഞാൽ പ്രകടമാകുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ മറ്റുള്ളവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻസിൽ ഇത് ഇമ്പാക്റ്റ് ചെയ്യുന്നുമുണ്ട്. അതുപോലെ തന്നെ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സൈക്കോ അനാലിറ്റിക് തിയറിയിൽ നിന്നാണ് ഈ ഒരു റിപ്രഷൻ എന്നുള്ളത്. റിപ്രഷൻ സംഭവിക്കുന്നുള്ളത് ക്യാരക്ടേഴ്സിൻ്റെ കോൺഷ്യസ് അവെയർനെസ് കൂടാതെയാണ് ഈ ഒരു റിപ്രഷൻ ഹാപ്പൻസ് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ ഓതേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, റിപ്രഷൻ യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനെന്ന് വെച്ചാൽ ക്യാരക്ടേഴ്സിൻ്റെ ആ ഒരു ഡെപ്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ആ ഒരു ട്രോമ അവർക്ക് അല്ലെങ്കിൽ ആ ഒരു ഡിസയേഴ്സ് അവരുടെ ആക്ഷൻസിലും റിലേഷൻഷിപ്പിലൊക്കെ എങ്ങനെയാണ് പ്രകടമാകുന്നത് എന്ന് ഷോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാരക്ടേഴ്സിനെ ഡെപ്തായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിപ്രഷൻ ഓതേഴ്സ് യൂസ് ചെയ്യുന്നുള്ളത്. റിപ്രസ്ഡ് ഇമോഷൻസ് സിംബലൈസ് ചെയ്തെന്നുള്ളത് റിക്യൂറിങ് മോട്ടീവ്സിലൂടെയും ഡ്രീംസിലൂടെയൊക്കെയാണ്. റിക്യൂറിങ് മീൻസ് ആവർത്തിച്ച് വരുന്ന മോട്ടീവ്സിലൂടെയും അതുപോലെ തന്നെ ഡ്രീംസിലൂടെയൊക്കെയാണ് റിപ്രസ്ഡ് ഇമോഷൻസ് സിംബലൈസ് ചെയ്യുന്നുള്ളത്. ഇതിന് ലിറ്ററേച്ചറിൽ ഒരു എക്സാമ്പിൾ എടുത്തു നോക്കുകയാണെങ്കിൽ ദ യെല്ലോ വാൾപേപ്പർ ബൈ ചാർലോട്ട് പെർക്കിൻസ് ഗിൽമാൻ എഴുതിയിട്ടുള്ള ആ ഒരു യെല്ലോ വാൾപേപ്പർ എന്നുള്ളതാണ് ഈ ഒരു ലിറ്ററേച്ചറിൽ എക്സാമ്പിൾ വരുന്നുള്ളത്. ഇതൊരു പ്രോട്ടോഗണിസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റൂമിൽ ട്രാപ്പ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ സപ്പോസ്ഡ് ഇൽനെസ് കാരണമായിട്ട്. അങ്ങനെ അവൻ്റെ ആ ഒരു റിപ്രസ്ഡ് ഫ്രസ്ട്രേഷനും ആൻസൈറ്റിയൊക്കെ ആ ഒരു ഒബ്സഷനിൽ പ്രകടമാവുന്നുണ്ട് വിത്ത് ദ യെല്ലോ വാൾപേപ്പറിൽ നോക്കുന്ന സമയത്ത് അവന് ആ ഒരു ഫ്രസ്ട്രേഷനും ആൻസൈറ്റിയൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ലിറ്റററി തിയറിയിൽ കൾച്ചർ എന്താണെന്ന് വെച്ചാൽ ഷെയർഡ് ബിലീഫ്സ്, കസ്റ്റംസ്, വാല്യൂസ് അതുപോലെ തന്നെ പ്രാക്ടീസസ് ഓഫ് പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ദാറ്റ് ആർ എംബഡഡ് വിത്തിൻ എ ലിറ്റററി ടെക്സ്റ്റ്. അതുപോലെ തന്നെ ഇൻഫ്ലുവൻസിങ് ദ തീംസ്, ക്യാരക്ടേഴ്സ്, അതുപോലെ തന്നെ വർക്കിൻ്റെ ഓവറോൾ മീനിങ്. ഇതൊക്കെയാണ് ഒരു ലിറ്റററി തിയറി